എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി. ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർഫസ് ടെൻഷൻ, വേപ്പർ പ്രഷർ, കാപ്പിലാരിറ്റി ആൻഡ് കാവിറ്റേഷൻ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്? ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഇങ്ങനെ 5 ടൈപ്പ് ഫ്ലൂയിഡാണുള്ളത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ്കോസിറ്റി ഇല്ല, നോ വിസ്കോസിറ്റി. അതേപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആണ്. എ ഫ്ലൂയിഡ് വിച്ച് ഇസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹാവിങ് നോ വിസ്കോസിറ്റി ഈസ് നോൺ ആസ് ഐഡിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഇൻകംപ്രസിബിളും ആണ്, ഹാവിങ് നോ വിസ്കോസിറ്റി, അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കേസ് മാത്രമാണ്. കാരണം ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡിനും ഹാവ് സം വിസ്കോസിറ്റി, കുറച്ചെങ്കിലും ഒരു വിസ്കോസിറ്റി ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ് ഉണ്ടാവും. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്നത് ഒരു ഇമാജിനറി കേസാണ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഹാവിങ് നോ വിസ്കോസിറ്റി. ഇനി റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഫ്ലൂയിഡ് വിച്ച് പോസസസ് വിസ്കോസിറ്റി ഈസ് നോൺ ആസ് റിയൽ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഓൾ ദ ഫ്ലൂയിഡ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ആർ റിയൽ ഫ്ലൂയിഡ്. ആക്ച്വൽ പ്രാക്ടീസിലുള്ള എല്ലാ ഫ്ലൂയിഡുകളും റിയൽ ഫ്ലൂയിഡ്സ് ആണ്. എ ഫ്ലൂയിഡ് വിച്ച് പോസസസ് വിസ്കോസിറ്റി ഈസ് നോൺ ആസ് റിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എ റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഓർ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് നോൺ ആസ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതായത് ന്യൂട്ടൻ്റെ ലോ ആണ് ഈ ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് വിച്ച് ഒബേസ് ദി ന്യൂട്ടൺസ് ലോ, അതിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒബേ ചെയ്യണില്ല, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. എ റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ദ ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇറ്റ് ഈസ് നോൺ ആസ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു, റിയൽ ഫ്ലൂയിഡ് പറഞ്ഞു, ന്യൂട്ടോണിയൻ ആൻഡ് നോൺ ന്യൂട്ടോണിയൻ പറഞ്ഞു. ഇനിയുള്ളത് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്. അതായത് ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുന്നുണ്ട്, പക്ഷേ ഷിയർ സ്ട്രെസ് ഈസ് മോർ ദാൻ ദി ഈൽഡ് വാല്യൂ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈൽഡ് വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് ഫിഗറിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ? ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് മോർ ദാൻ ഈൽഡ് വാല്യൂവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിൽ ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഫിഗറിൽ നോക്കുക, ഐഡിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് പറഞ്ഞു അല്ലേ? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. നോൺ ന്യൂട്ടോണിയൻ ആണെങ്കിൽ ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യണില്ല. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുന്നുണ്ട്, പക്ഷേ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് മോർ ദാൻ ഈൽഡ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. 5 ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഒരു ഫ്ലൂയിഡിന് മറ്റൊരു ഫ്ലൂയിഡിൻ്റെ മുകളിൽ മൂവ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റീനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഒരു ലെയർ ഓഫ് വൺ ഫ്ലൂയിഡ് ക്യാൻ മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ടു അനദർ ലെയർ ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് എ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്പാരൻറ്റ് ആൻഡ് സ്റ്റോറിംഗ് ഫെസിലിറ്റീസ് ഫോർ ഫ്ലൂയിഡ്സ്, അതായത് പൈപ്പുകൾ, ടാങ്കുകൾ, അതിലൊക്കെ വിസ്കോസിറ്റിയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ബിറ്റുമിൻ, റോഡ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ്റെ കേസിൽ വിസ്കോസിറ്റി വളരെ എഫക്റ്റാണുള്ളത്. പിന്നെ ഡിസൈനിങ് ഓഫ് ദ സ്യൂവർ ലൈൻ അല്ലെങ്കിൽ ഓർ എനി അതർ പൈപ്പ് ഫ്ലോ വിസ്കോസിറ്റി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫൈൻഡിങ് ഔട്ട് ഇറ്റ്സ് ഫ്ലോ ബിഹേവിയർ. അതായത് സ്യൂവർ ലൈനിൻ്റെ കേസിലോ അതിൻ്റെ ഡിസൈനിങ്ങിലോ അതർ പൈപ്പ് ഫ്ലോയുടെ കേസിലൊക്കെ വിസ്കോസിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഡ്രില്ലിംഗ് ഫോർ ഓയിൽ ആൻഡ് ഗ്യാസ് റിക്വയർ സെൻസിറ്റീവ് വിസ്കോസിറ്റി. ഡ്രില്ലിംഗ് കേസിൽ ഓയിൽ ഗ്യാസിൻ്റെ ഒക്കെ കേസിൽ ഡ്രില്ല് ചെയ്യണ കേസിൽ വിസ്കോസിറ്റി ആയിട്ട് സെൻസിറ്റീവ് ആണ്. പിന്നെ പറഞ്ഞത് എന്താ? ടു മെയിൻറ്റെയിൻ ദ പെർഫോമൻസ് ഓഫ് മെഷീൻ ആൻഡ് ഓട്ടോമൊബൈൽസ് ബൈ ഡിറ്റർമൈനിങ് ദ തിക്നെസ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഓർ മോട്ടോർ ഓയിൽ. അപ്പോൾ പെർഫോമൻസ് ഓഫ് മെഷീൻ ആൻഡ് ഓട്ടോമൊബൈൽസിൻ്റെ കേസിലും മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ പെർഫോമൻസിൻ്റെ കേസിൽ ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ്? ട്രാൻസ്പാരൻ്റ് ആൻഡ് സ്റ്റോറിംഗ് ഫെസിലിറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, ബിറ്റുമിൻ യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ, അതേപോലെ ഡിസൈനിങ് ഓഫ് ദി സ്യൂവർ ലൈൻ, പിന്നെ ഡ്രില്ലിംഗ് ഓഫ് ഫോർ ഓയിൽ ആൻഡ് ഗ്യാസസ്, പിന്നെ ടു മെയിൻറ്റെയിൻ ദ പെർഫോമൻസ് ഓഫ് മെഷീൻ ആൻഡ് ഓട്ടോമൊബൈൽസും. അപ്പോൾ ഇത്രയാണ് വിസ്കോസിറ്റിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ടെൻഷനെ കുറിച്ചാണ്.
സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് സർഫസിൻ്റെ ഒരു ടെൻഡൻസി ഓഫ് ദ സർഫസ് ആണ്. അതായത് അലൗസ് ടു ഇറ്റ്, അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റീവ് ടെൻഡൻസി ഓഫ് ദ സർഫസ് ഓഫ് എ ഫ്ലൂയിഡ് ദാറ്റ് അലൗസ് ഇറ്റ് ടു റെസിസ്റ്റ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സർഫസിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ കേസിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ബഗ് ഈസ് വാക്കിംഗ് ഓൺ വാട്ടർ. ബഗ് വാട്ടറിൻ്റെ മുകളിൽ വാക്ക് ചെയ്യുന്നത് സർഫസ് ടെൻഷൻ എഫക്റ്റ് കാരണമാണ്. ഓക്കെ, അപ്പോൾ സർഫസ് ടെൻഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇൻറ്റീരിയർ ഓഫ് ദ ലിക്വിഡിൽ ഉണ്ടാവുന്ന മോളിക്യൂൾസിന് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ സർഫസിലുണ്ടാവുന്ന എന്താ പറയുക മോളിക്യൂൾസിന് ഒരു ഇൻവേർഡ് കോഹസീവ് ഫോഴ്സ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ഉള്ളിലുള്ള ഇൻറ്റീരിയറുള്ള മോളിക്യൂൾസിന് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സർഫസിലുള്ള ലിക്വിഡ്സിന് അതുപോലെ ഒരു നെറ്റ് ഇൻവേർഡ് കോഹസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ കോഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. അപ്പോൾ ഈ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്പോസിങ് ഫോഴ്സിനെ അഗെയിൻസ്റ്റ് ഓപ്പോസിങ് ഫോഴ്സിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സർഫസ് മോളിക്യൂൾസിന് ഉള്ളിലുള്ള മോളിക്യൂൾസിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എഫക്റ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സർഫസിലാണ് ഹയർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന കാരണം അവർക്ക് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എഫക്റ്റ് അവിടെ സംഭവിക്കും. അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള മോളിക്യൂൾസിന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. സർഫസിലുള്ള മോളിക്യൂൾസിന് ഒരു കോഹസീവ് ഫോഴ്സ് ഉള്ളിലേക്ക് ഉണ്ടാവും. ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക? ആ മോളിക്യൂൾസിനെ മൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഈ ഒപ്പോസിങ് ഫോഴ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അത് പ്രത്യേകം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സർഫസ് മോളിക്യൂൾസിന് ഉള്ളിലുള്ളേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എഫക്റ്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ദ ഫോഴ്സ് റിസൾട്ടിങ് ഫ്രം മോളിക്കുലർ അട്രാക്ഷൻ അറ്റ് ലിക്വിഡ് സർഫസ്. അപ്പോൾ മോളിക്കുലർ സർഫസിലുണ്ടാകുന്ന അട്രാക്ഷൻ അതുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. FS = σS × L. FS എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഫോഴ്സ് ഇൻ ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലേ? FS എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ഫോഴ്സ് ആണ്. σS എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഓർത്ത് വയ്ക്കുക, സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓവർ വിച്ച് ദ സർഫസ് ടെൻഷൻ ആക്ട്. സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്ന ആ സർഫസിൻ്റെ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ FS = σS × L. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കാപ്പിലറി ആക്ഷനെ കുറിച്ചാണ്. കാപ്പിലറി ആക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുക? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് അഡ്ഹീഷൻ ആൻഡ് കോഹഷൻ. അഡ്ഹീഷൻ്റെയും കോഹഷൻ്റെയും കൂടി എഫക്റ്റ് കാരണമാണ് കാപ്പിലറി ആക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൻ്റെ എബിലിറ്റി, അതായത് നാരോ സ്പേസിൽ കൂടെ എന്താ പറയുക ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നാരോ സ്പേസിൽ കൂടെ മൂവ് ചെയ്യാനുള്ള ഫ്ലൂയിഡിൻ്റെ കാപ്പബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റീനെയാണ് നമ്മൾ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാപ്പിലറി ആക്ഷൻ ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഫ്ലോ ഇൻ എ നാരോ സ്പേസസ് വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് നാരോ സ്പേസിൽ കൂടെ മൂവ് ചെയ്യാനുള്ള ഫ്ലൂയിഡിൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഡ്ഹെസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? അഡ്ഹീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിൽ മോളിക്യൂൾസ് ടുഗദറായിട്ട് ക്ലിങ് ചെയ്യാനുള്ള ഇതിനെയാണ്, രണ്ടും കൂടെ ക്ലിങ് ചെയ്യുക, ഒരുമിച്ച് ടുഗദറായിട്ട് നിൽക്കുന്നതിനെയാണ് അഡ്ഹീഷൻ എന്ന് പറയുന്നത്. അത് 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിലാണ് സംഭവിക്കുന്നത് അഡ്ഹീഷൻ. എന്നാൽ കോഹിഷൻ എന്ന് പറയുന്നത് സെയിം മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്തിട്ട് വിത്തിൻ എ സബ്സ്റ്റൻസ്, ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് തന്നെയുള്ള അട്രാക്ഷനെയാണ് നമ്മൾ കോഹിഷൻ എന്ന് പറയുന്നത്. അഡ്ഹീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൽസ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് നമ്മൾ എന്താ പറയുക അഡ്ഹീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് മറ്റു മോളിക്യൂൾസിൻ്റെ മറ്റുള്ള സബ്സ്റ്റൻസിൽ ഒട്ടിപ്പിടിക്കുന്നത് ഈ അഡ്ഹീഷൻ കാരണമാണ്. എന്നാൽ നമ്മുടെ എന്താ പറയുക റെയിൻഫോൾസ് ഡ്രോപ്പ് ചെയ്യുന്നത് കോഹിഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അൺലൈക്ക് ചാർജസ് ഇൻ ദ ആറ്റംസ്. The force of attraction between unlike charges in the atoms or molecules of substances are responsible for cohesion and adhesion. അപ്പോൾ അൺലൈക്ക് ചാർജസ് ഉള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒരു സബ്സ്റ്റൻസസിൽ ഉണ്ടാവുന്നതാണ് അഡ്ഹീഷനും കോഹിഷനും കാരണം. അഡ്ഹീഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന അട്രാക്ഷനാണ്. കോഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന അട്രാക്ഷനാണ്.
ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കാപ്പിലറി എഫക്റ്റ് ആണ്. കാപ്പിലറി എഫക്റ്റ് നമ്മൾ പറഞ്ഞില്ല, നാരോ സ്പേസിൽ കൂടെ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഫ്ലൂയിഡിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ അതിൽ H = 2 സിഗ്മ കോസ് തീറ്റ ഇൻറ്റു ഗാമ ഇൻറ്റു ആർ എന്നാണ്. വേറെ H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷൻ. Hനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈറ്റ് ഓഫ് കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷൻ. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്. തീറ്റ എന്ന് പറയുന്നത് വെറ്റിംഗ് ആംഗിൾ. ഗാമ എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ട്യൂബ്. ഇഫ് ദ ട്യൂബ് ഈസ് ക്ലീൻ ആണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഫോർ വാട്ടർ. ട്യൂബ് ക്ലീൻ ആണെങ്കിൽ വാട്ടറിന് തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് കാപ്പിലറി ആക്ഷനെ കുറിച്ചാണ്. എവിടെയാണ് ആപ്ലിക്കേഷൻ ഓഫ് കാപ്പിലറി ആക്ഷൻ വരുന്നത്? തെർമോമീറ്ററിൽ അല്ലേ? തെർമോമീറ്ററിൽ ഇതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ പറയുക, fluid used in automatically rises when it comes in contact with higher temperature or falls down with lower ones. അപ്പോൾ ഹയർ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ കോൺടാക്ട് വന്നാൽ അത് റൈസ് ചെയ്യുകയും ചെയ്യും, ലോവർ ആണെങ്കിൽ അത് ഫോൾ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു കാപ്പിലറി ആക്ഷൻ വരുന്നത് ഒന്ന് തെർമോമീറ്ററിലാണ്. പിന്നെ ഒരു എന്താ പറയുക, പിന്നെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു വെസലിൽ നിന്ന് മറ്റൊരു വെസലിലേക്ക് നമുക്ക് ഫ്ലൂയിഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ഈ കാപ്പിലറി ആക്ഷൻ വഴിയാണ്. കാപ്പിലറി ആക്ഷൻ ക്യാൻ ബി പെർഫോംഡ് ടു ട്രാൻസ്ഫർ ദ ഫ്ലൂയിഡ് ഫ്രം വൺ വെസൽ ടു അനദർ ഓൺ ഇറ്റ്സ് ഓൺ. അപ്പോൾ ഇത് രണ്ടുമാണ് കാപ്പിലറി ആക്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രഷർ അറ്റ് വിച്ച് എ ലിക്വിഡ് വിൽ ബോയിൽ. ലിക്വിഡ് ബോയിൽ ചെയ്യണ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഫിഗറിൽ നോക്കിയാൽ അറിയാം അല്ലേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്. പ്രഷർ ലോവർ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ ക്യാൻ ബോയിൽ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോവർ ടെമ്പറേച്ചറിൽ പ്രഷർ കുറവാണെങ്കിൽ ലോവർ ടെമ്പറേച്ചറിലും വാട്ടറിന് ബോയിൽ ചെയ്യാൻ പറ്റും. വെൻ വേപ്പർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ലിക്വിഡ്സ് ആക്ച്വൽ പ്രഷർ ഇറ്റ് വിൽ ബോയിൽ. അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ വരുന്നത്. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ ആക്ച്വൽ പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബോയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡ് ബോയിൽ ചെയ്യണ പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് കാവിറ്റേഷനാണ്. കാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the phenomena of formation of vapor bubbles of a flowing fluid in a region where the pressure of the liquid falls below the vapor pressure and sudden collapsing of these vapor bubbles in a region of higher pressure. അതായത് നമ്മുടെ പ്രഷർ ഓഫ് ദ ലിക്വിഡ് വേപ്പർ പ്രഷറിനേക്കാൾ കുറയുകയും ചെയ്യുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഫോർമേഷൻ ഓഫ് വേപ്പർ ബബിൾസ് സംഭവിക്കും ഒരു റീജിയണിൽ. അപ്പോൾ സാധാ പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ താഴെ ആകുമ്പോൾ വേപ്പർ ബബിൾസ് അവിടെ ഉണ്ടാവും. അവസാനം എന്ത് സംഭവിക്കും? ഈ ബബിൾസ് ഹയർ പ്രഷർ റീജിയണിൽ എന്ത് സംഭവിക്കും? ഈ സഡൻ കൊളാപ്സിങ് സംഭവിക്കും. അപ്പോൾ ആ ഫിനോമിന സഡൻ കൊളാപ്സിങ്, ഈ പൈപ്പൊക്കെ പൊട്ടാറുണ്ട്. പൈപ്പൊക്കെ പൊട്ടാകുന്നത് ഈ വേപ്പർ ബബിൾസ് ഫോം ചെയ്തിട്ട് അതിൻ്റെ സഡൻ കൊളാപ്സിങ് സംഭവിക്കുന്നത് കൊണ്ടാണ്. അതായത് കാവിറ്റേഷൻ എന്ന ഫിനോമിന സംഭവിക്കുന്നതുകൊണ്ടാണ് പൈപ്പൊക്കെ പൊട്ടുന്നത്. ഓക്കെ, അപ്പോൾ പൈപ്പുകളൊക്കെ സംഭവിക്കുന്ന ഒരു ഫിനോമിനാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് വേപ്പർ പ്രഷറിനേക്കാൾ നമ്മുടെ ലിക്വിഡിൻ്റെ പ്രഷർ താഴുമ്പോൾ അവിടെ വേപ്പർ ബബിൾസ് ഉണ്ടാവും. എന്നിട്ട് എന്താ സഡൻ കൊളാപ്സിങ് ഓഫ് ദീസ് വേപ്പർ ബബിൾസ് ഹാപ്പൻസ് ഇൻ ദ ഹയർ പ്രഷർ റീജിയൻ. അതിനെയാണ് നമ്മൾ കാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി പ്രോപ്പർട്ടീസൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്ന് മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, വേപ്പർ പ്രഷർ, കാപ്പിലാരിറ്റി ആൻഡ് കാവിറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.